താരജീവിതത്തിന്റെ ഭാഗമാണ് ആരാധകരും. ആരാധകരില്ലാതെ ഒരു താരത്തിനും നിലനിൽപ്പില്ല. തങ്ങളുടെ പ്രകടനങ്ങളും അധ്വാനവുമൊക്കെ ആരാധകർ അംഗീകരിക്കുകയും പ്രശംസിക്കുകയുമൊക്കെ ചെയ്യുന്നതാണ് താരജീവിതത്തിന്റെ നീക്കിയിരിപ്പ്. എന്നാൽ പലപ്പോഴും ആരാധന അതിരുകടക്കുകയും താരങ്ങൾക്ക് തലവേദനയായി മാറുകയെന്നതും കാണാറുണ്ട്. ഒരിക്കലും മമ്മൂട്ടിക്ക് ആരാധകരോട് പൊട്ടിത്തെറിക്കേണ്ടി വന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പൊതുവെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളെന്നൊരു പേരുണ്ട് മമ്മൂട്ടിക്ക്. അതുപോലെ തന്നെ അലിയുമെന്നും അടുപ്പക്കാർ പറയുന്നു. അങ്ങനെ മമ്മൂട്ടി പൊട്ടിത്തെറിച്ച ഒരു സംഭവം ഒരിക്കൽ ശ്രീനിവാസൻ പങ്കുവച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കരൺ ടിവിയിൽ ഒരു പരിപാടിയിലാണ് ശ്രീനിവാസൻ ആ കഥ പറയുന്നത്. മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിൽ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. തുടക്കകാലം മുതലേ സൗഹൃദമാണ് ഇരുവർക്കും ഇടയിലുള്ളത്. ഇപ്പോഴിതാ ശ്രീനിവാസന്റെ വാക്കുകൾ വീണ്ടും ചർച്ചയാണ്. ശ്രീനിവാസൻ പറയുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ദുബായ്, അബുദാബി, ഷാർജ, അലൈൻ തുടങ്ങിയ യുഎഇയിലെ കുറേ സ്ഥലങ്ങളിൽ പരിപാടിക്ക് ശേഷം ഞങ്ങൾ അടുത്തതായി പോയത് ഖത്തറിലേക്കാണ്. അവിടെ ഒരു ഹോട്ടലിലായിരുന്നു താമസം. ഖത്തറിൽ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയായപ്പോൾ അവിടുത്തെ പരിപാടി ഏറ്റെടുത്തിടത്ത സംഘടകർ വന്ന് മുറിയിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ പ്രയാസമാണ്. റെസ്റ്റോറന്റിൽ പോയി കഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്ന് റെസ്റ്റോറന്റിലേക്ക് പോയി. റെസ്റ്റോറന്റ് ഡോർ തുറന്നപ്പോൾ കാണുന്നത് അതിനകത്തൊരു ജനസമുദ്രമാണ്. ഇത്രയും ആൾക്കാർക്കിടയിൽ എങ്ങനെ കഴിക്കാമെന്ന് ഞങ്ങൾ ചോദിച്ചു. അത് സാരമില്ല, അവരൊക്കെ സൈഡിൽ നിന്നോളും, ഫാൻസാണ് എന്ന് പറഞ്ഞ് അകത്തുള്ള ആൾക്കാരൊക്കെ ഓടിക്കൂടി. എവിടെയെങ്കിലുമൊക്കെ ഇരിക്കാൻ ഞങ്ങളും ശ്രമിച്ചു. അതിനിടെ ഭക്ഷണം കൊണ്ടുവന്നു. വിളമ്പലിനിടെ ആളുകൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇരിക്കുന്നിടത്ത് നിന്ന് നീക്കിയിരുത്തി ഒപ്പമിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവരും അടുത്ത് നിന്ന് കഴുത്തിലൂടെ കൈയിടുകയും ചിരിക്കാൻ പറയുകയും തമാശകൾ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒച്ചയും ബഹളവുമായി. പതിവ് പോലെ മമ്മൂട്ടി പൊട്ടിത്തെറിച്ചു. "നിങ്ങൾക്കെന്താ തോന്നിവാസം കാണിക്കാനാണോ? ബാക്കിയുള്ളവരെ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കില്ലേ" എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ അധികം ചൂടാകാതെ "മിസ്റ്റർ, ഞങ്ങൾ ടിക്കറ്റ് എടുത്താണ് വന്നിരിക്കുന്നത്" എന്നും പറഞ്ഞു. "പിന്നെന്തിനാണ് പ്രശ്നം മനസ്സിലാക്കുന്നില്ല? അവിടുത്തെ സംഘാടകർ സിനിമാ നടന്മാരുടെ കൂടെ ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ടിക്കറ്റ് വിറ്റിരിക്കുകയാണ്. കാശുണ്ടാക്കാൻ പരിപാടിയാണ്. വൻ ചതി. പിന്നെ നിവൃത്തിയില്ലാതായി. ആ പാവങ്ങൾ വലിയ തുകയ്ക്ക് ടിക്കറ്റ് വാങ്ങിയിരിക്കുകയാണ്. ഡൈൻ വിത്ത് സ്റ്റാർസ് എന്ന് ആണ് ടിക്കറ്റിന് മുകളിലുള്ള പേര്. ഒരു രക്ഷയുമില്ല. അവിടെ കൂടിയിരുന്ന് ഫോട്ടോ എടുത്തു. എന്തെന്നാലും ഇതെല്ലാം പഴങ്കഥകളാണ്. തൻ്റെ കരിയറിൽ മിന്നും ഫോമിലാണ് മമ്മൂട്ടിയുള്ളത്. വ്യത്യസ്തമായ കഥാപാത്രങ്ങളും സിനിമകളും തിരഞ്ഞെടുത്ത് മലയാള സിനിമയുടെ തന്നെ ഗതി മാറ്റിത്തിരിക്കുന്നവിടുന്ന് മമ്മൂട്ടിനെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് ആണ് മമ്മൂട്ടിയുടേതായ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. ആ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയില്ലെങ്കിലും മമ്മൂട്ടിയുടെ വലിയ സിനിമകൾ അണിയറയിലുണ്ട്. റിലീസ് കാത്തുനിൽക്കുന്ന മമ്മൂട്ടിക്കൊത്തും ബസൂക്കയാണ്. സിനിമാ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ബസൂക്ക. പിന്നെ കളങ്കാവൽ, മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ സിനിമ തുടങ്ങി നിരവധി സിനിമകളും ഒരുങ്ങുന്നുണ്ട് അണിയറയിൽ.